ഹലോ ഫ്രണ്ട്സ്, SSC കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും സോഫ്റ്റും മൃദുലവുമായ നമ്മളുടെ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് കാരമൽ പുഡിംഗ് ആണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ആദ്യം അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മോൾഡാണ് കേട്ടോ റെഡിയാക്കിയിട്ട് വെക്കുന്നുള്ളത്. അതിലേക്ക് ബട്ടറോ ഗിയോ എന്തെങ്കിലും അത് പുരട്ടി കൊടുക്കാം. അത് പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾക്ക് ഒരു ചൂട് കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് കാരമലൈസ് ആയിട്ട് വരണം. അത് കാരമലൈസ് ആയിട്ട് നല്ല ചൂട് പാന് കുറച്ച് ഹീറ്റായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കാരമലൈസ് ആയിട്ട് വരും. ഈ ഷുഗർ കാരമലൈസ് ആയിട്ട് അധികം വെക്കണ്ട. അപ്പോൾ നല്ലോണം കയ്പ്പ് രസം വരും, നല്ലോണം ഡാർക്ക് കളറായാലേ. അപ്പോൾ നമ്മൾക്ക് ഇത്രയും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇതുപോലെ നല്ലൊക്കെ പതയായിട്ട് വന്നിട്ടുണ്ട്, നല്ല പോലെ മെൽട്ടായിട്ടുണ്ട് വെള്ളമൊക്കെ അതിൽ. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ ഈ പതയൊക്കെ പോയിക്കോളും. എന്നിട്ട് നമ്മൾ അവിടെ മോൾഡ് റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായിട്ട് പോവും ഈ കാരമലൈസ് ചെയ്ത ഷുഗർ. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഈ പുഡിങ് സെറ്റായിട്ട് കിട്ടുള്ളൂ. എനിക്ക് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് വേണ്ടത് 2 സ്ലൈസ് ബ്രെഡ് മാത്രമാണ് കേട്ടോ. ഒരുപാട് ബ്രെഡൊന്നും വേണ്ട, ഈ 2 സ്ലൈസ് മാത്രം മതി. ഇതിൻ്റെ സൈഡൊക്കെ ഞാനൊന്ന് മുറിച്ച് കളയുന്നുണ്ട്, അതൊരു കളർ ചേഞ്ച് ആവണ്ടെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇത് ഞാൻ മുറിച്ച് കളയുന്നുള്ളത്. അപ്പോൾ ഇത് കളയേണ്ട ആവശ്യമില്ല, ഇതിനെ കൊണ്ട് നമ്മൾക്ക് ബ്രെഡ് ക്രംസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കാം കേട്ടോ, കളയണ്ട. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല കളറായിട്ട് തന്നെ കിട്ടും. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾക്ക് മാത്രമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ മുഴുവനായിട്ട് ഇട്ടിട്ട് ഇതിൽ നിന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് വീഡിയോക്ക് ഒന്ന് കാണുമ്പോൾ ഒരു നല്ല രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ സൈഡ് മാറ്റിയിട്ടുള്ളത് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അതൊന്ന് പൊടിച്ചെടുക്കുന്നുള്ളത്. പിന്നീട് ഇതിലേക്ക് ഒരു മുട്ട മാത്രം, 1 ഗ്ലാസ് പാല്, 1 കപ്പ് പാല്, പിന്നെ ഇത് വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് ഷുഗർ തന്നെയാണ്, പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. പൊടിച്ച പഞ്ചസാര ഒന്നും അല്ല, പൊടിക്കാതെ തന്നെ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാന്ന്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ, നമ്മളുടെ കയ്യിൽ തവി മാത്രമാണ് ഉള്ളതെങ്കിൽ ആ തവി വെച്ചിട്ടോ ഒന്ന് നല്ല പോലെ ഇതിനെ കലക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് പാലും 1 മുട്ടയും 2 ബ്രെഡും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റും ഈ ബ്രെഡ് കാരമൽ പുഡിങ്. ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന് മൊത്തത്തിൽ കിട്ടുന്നുള്ളത്. ഇപ്പോൾ പാകത്തിനുള്ള കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഈ ബ്രെഡ് പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റിന് ശേഷം നമ്മൾക്ക് ഒന്ന് ഇതിനെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മോൾഡിൽ. അത് ഈ കേക്കിൻ്റെ ബേക്ക് ചെയ്യുന്ന ടിൻ തന്നെ ആണെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഗ്ലാസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അതുമല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ടിഫിൻ ബോക്സോ എന്തിലും ആണെങ്കിലും നമ്മൾക്ക് ഇത് ഒഴിച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഇഡലി ചെമ്പിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒരു അടുപ്പ് വെച്ച് മൂടി കൊടുക്കണം. ഇതുപോലത്തെ അടുപ്പ് മൂടി കൊടുക്കാനില്ലെങ്കിൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതൊന്ന് മൂടി കൊടുത്താലും മതി. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 15 മിനിറ്റ് വരെ ഞാനിത് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇത് ഉറപ്പ് വരുത്താം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ അപ്പോൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് കൊച്ചു മക്കൾക്ക് വരെ തയ്യാറാക്കാം, അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ.
ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കണം. എന്നിട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തണുത്തിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ മോൾഡിൽ നിന്ന് ഇളകിയും പോരുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് ഇളകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സൈഡും ഒരുപോലെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊന്നും ഇല്ലയെന്ന് വെച്ചാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്ക്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും സാധാരണയായി കാണപ്പെടുന്നതാണല്ലോ. അപ്പോൾ ഇതിനൊരു ഡൗട്ടും വേണ്ട, അപ്പോഴപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇത് വായിലിട്ടാൽ അലിഞ്ഞിറങ്ങും, അത്രയ്ക്കും ടേസ്റ്റാണ്. കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 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 കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. 100% ഷുവറാണിത്. ഇത് കട്ട് ചെയ്ത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല സോഫ്റ്റാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി അവിടെ വെക്കണ്ടേ ആവശ്യമുള്ളൂ. അപ്പോഴത്തേനും അത് ഇറങ്ങി പോരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു തവണ ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക്. അപ്പോൾ വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാൻ ഇതും മതി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ റെസിപ്പീസുമായും കിച്ചൺ ടിപ്സുമായും കുക്കിംഗ് വീഡിയോസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.